ഹലോ മക്കളെ, നമുക്കിന്ന് പ്ലസ് 1 കെമിസ്ട്രിയുടെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും 15-ാം തീയതി മാർച്ച് 15-ന് നിങ്ങൾ പബ്ലിക് എക്സാം വരാൻ പോകുന്നു, കെമിസ്ട്രി എക്സാമിൻ്റെ അല്ലേ. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പം ലക്ഷ്യം വെക്കുന്നുണ്ടായിരിക്കുക ഫുൾ മാർക്ക്, അതായത് 60-ൽ 60 മാർക്ക് കിട്ടണമെന്നായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ A+ഉം ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും, ഒരു സംശയമില്ല ഇതിനകത്ത്. പക്ഷെ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഇവ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുക, ഇത്രയും കാലം ചോദിച്ചത് ചെറിയൊരു മാറ്റം വരുന്നുണ്ട്, കുറച്ചും സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ഏരിയ മാത്രം പഠിക്കാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ കവർ ചെയ്യണം. പ്ലസ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ചെയ്യണം. അതേപോലെ തന്നെ NCERT-നകത്തുള്ള കുറച്ച് നല്ല നല്ല ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തേ പറ്റൂ. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ ടോപ്പിക് മാത്രമാണ് പഠിക്കേണ്ടത്, ഈ ടോപ്പിക് മാത്രമേ ചോദിക്കുള്ളൂ, ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാ സിലബസും നിങ്ങൾ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുക. അത് മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഓരോ ചാപ്റ്ററിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ സം ബേസിക് കോൺസെപ്റ്റിലെ ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഒരു 10-15 ചോദ്യങ്ങൾ മാത്രമായിരിക്കും ചാപ്റ്ററിൽ ഉണ്ടായിരിക്കുക. സോ അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ചാപ്റ്ററിന് വെയിറ്റേജ് ഉണ്ട്. സം ബേസിക് കോൺസെപ്റ്റിലാണെങ്കിൽ ഏകദേശം 5 മുതൽ 6 മാർക്ക് വരെയൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കാം. സ്ട്രക്ചർ ഓഫ് ആറ്റം ആണെങ്കിൽ 7 മാർക്ക് അല്ലേ. അങ്ങനെ ഓരോ ചാപ്റ്ററും വെയിറ്റേജുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വെയിറ്റേജ് കണക്കാക്കിയിട്ടായിരിക്കും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ചില ചാപ്റ്റർ ഇപ്പം റിഡോക്സ് റിയാക്ഷൻ ആണെങ്കിൽ അത്ര മാർക്ക് ചോദിക്കില്ല, അപ്പോൾ നിങ്ങൾ അത് കുറേ നേരം റിഡോക്സിന് സമയം കളയേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർ എക്സാമ്പിൾ ഇക്വിലിബ്രിയത്തിൽ 7 മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇക്വിലിബ്രിയത്തിലുള്ള പ്രോബ്ലങ്ങളൊക്കെ ന്യൂമറിക്കൽസ് ഒക്കെ നല്ല വൃത്തിക്ക് ഇരുന്ന് പഠിക്കണം. കാരണം പല കുട്ടികളും ഇക്വിലിബ്രിയത്തിലെ ചോദ്യങ്ങളൊക്കെ തെറ്റിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റുകൾ കൃത്യമായി മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ന്യൂമറിക്കൽസ് പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ നമുക്ക് എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്ത് സെറ്റാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്ലസ് 1 കെമിസ്ട്രിയുടെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം സം ബേസിക് കോൺസെപ്റ്റ് ചെയ്യും, ബാക്കിയുള്ള ചാപ്റ്റർ ഇതിൻ്റെയും തുടർന്ന് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഫോളോ ചെയ്യുക, നമ്മളെ കൂടെ എന്ത് ചെയ്യുക, കൂടാ പഠിച്ചു പൊളിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പം സം ബേസിക് കോൺസെപ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നിരിക്കുന്നത്, നൈട്രജൻ കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു ഫോം 2 ഡിഫറെന്റ് കോമ്പൗണ്ട്സ്, നെയിംലി നൈട്രിക് ഓക്സൈഡ് ആൻഡ് നൈട്രജൻ ഡൈഓക്സൈഡ്. വിച്ച് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ബൈ ദിസ് കോമ്പൗണ്ട്? സ്റ്റേ ദ ലോ, ഹൂ പ്രപ്പോസ്ഡ് ദിസ് ലോ. അപ്പൊ മക്കളെ, നമ്മൾ സം ബേസിക് കോൺസെപ്റ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം പഠിക്കുന്ന കാര്യമാണ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. അപ്പൊ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ലോ ആണിത്. ഏതാണ് ലോ? ഏതായിരിക്കും? ലോസ് ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഒരു ഭാഗമാണത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് നിങ്ങൾ പഠിക്കണം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പം എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, അത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യത്തിൽ കിടക്കാം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യണം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് തിരിച്ചു വരാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഇപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യാണ്, ഹൈഡ്രജനും അതേപോലെ തന്നെ ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, വാട്ടർ ഉണ്ടാക്കാന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻ ചെയ്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും, വാട്ടർ ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ തന്നെ എനിക്ക് ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻ ചെയ്താൽ എനിക്ക് എന്തുണ്ടാക്കാൻ പറ്റും മക്കളെ, എനിക്ക് വേണമെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എനിക്ക് ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻ ചെയ്ത് എന്തുണ്ടാക്കാം, വാട്ടർ ഉണ്ടാക്കാം, അതേപോലെ തന്നെ ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. എന്താ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുക, പറഞ്ഞേ എന്തായിരിക്കും? ഇവിടെ ഹൈഡ്രജന്റെ മാസ് എത്രയാണ്? H2O എത്ര മാസമാണ്? 2 ഗ്രാം ആണ് അല്ലെ. അതേപോലെ തന്നെ H2O2 ഹൈഡ്രജൻ മാസ് എത്രയാണ്? അതും 2 ഗ്രാം തന്നെയാണ്. പക്ഷേ ഓക്സിജന്റെ മാസ് എത്രയാ വാട്ടറിൽ? 16 ഗ്രാം ആണ്. പക്ഷേ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ മാസ് എത്രയാണ്? ഇവിടെ 32 ഗ്രാം ആണ്. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ വാട്ടറിന്റെ കേസിൽ ഹൈഡ്രജന്റെ മാസ് എന്താണ്? 2 ഗ്രാം ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ മാസ് എത്രയാണ്? അതും 2 ഗ്രാം ആണ്. വിച്ച് മീൻസ് ഇവിടെ ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻ ചെയ്തപ്പോൾ ഒരാളുടെ മാസ് ഫിക്സ്ഡ് ആണ്. ഇപ്പൊ ആരുടെ മാസം ഫിക്സ്ഡ്? ഹൈഡ്രജന്റെ മാസം എന്താണ് മക്കളെ? ഫിക്സ്ഡ് ആണ്. ഇവിടെയും ഹൈഡ്രജൻ മാസം എന്താണ്? ഫിക്സ്ഡ് ആണ്. പക്ഷെ ഹൈഡ്രജന്റെ കൂടെ കമ്പൈൻ ചെയ്ത ആളുടെ മാസം എന്താണ്? ഡിഫറന്റ് ആണ്. എന്ന് വെച്ചാൽ ഇത് 16 ഗ്രാം ആണെങ്കിൽ ഇത് 32 ഗ്രാം ആണ്. പക്ഷെ അങ്ങനെ ഡിഫറന്റ് ആണെങ്കിലും അവർ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ എന്താണ്? ഒരു ഹോൾ നമ്പർ റേഷ്യോ ആണ്. വിച്ച് മീൻസ് ഇവൻ ഇവിടെ നോക്കുക, സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? നോക്കിയേ ഇവൻ 2 ഗ്രാമും 16 ഗ്രാമും ആണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 2 × 16 എന്ന് പറയുമ്പോൾ നമുക്ക് ചെറുതാക്കി കഴിഞ്ഞാൽ 1:8 കമ്പൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ. ഇവനാണെങ്കിലോ 2:32 എന്ന് പറയുമ്പോൾ സിംപ്ലസ്റ്റ് എന്താണ്? 1:16 ആണ് അല്ലെ. ഒന്ന് നോക്കിയേ,
ഇവിടെ 1:8, ഇവിടെ 1:16. എന്റെ അർത്ഥം എന്താ? 1ഉം 1ഉം സെയിമാ. അതായത് ഒരാളുടെ മാസം എന്താണ് ഫിക്സ്ഡ് ആണെങ്കിൽ മറ്റേ ആളുടെ മാസം എന്താണ് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അത് ചെയ്യുന്നത്. അതായത് ഇവിടെ 8 ആണെങ്കിൽ ഇത് 16 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കി ഈ സംഭവം. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ലോ ഒന്ന് നമുക്ക് നോക്കാൻ പറ്റും. ഇതാ എല്ലാവരും നോക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയ ലോ ആണിത്. എല്ലാവരും നോക്കണം. നോക്കിയേ, law of multiple proportions state that if two elements can combine to form more than one compound, എന്ന് വെച്ചാൽ രണ്ട് എലിമെന്റ് ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാവുന്നു, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവും വിചാരിക്കും. Then the different mass of one of the element that combine with a fixed mass of the other element are in a simple whole number ratio. This law was proposed by John Dalton ആണ്. അപ്പൊ നിങ്ങൾ ഈ സംഭവം കൺഫ്യൂഷൻ വരിക. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി വായിക്കണം. നോക്കിയേ, the different mass of one of the elements that combine with a fixed mass of the other element, എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്താ? ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? ഹൈഡ്രജന്റെ മാസ് എന്താണ് ഫിക്സഡ് ആണെങ്കിൽ മറ്റേ മാസം എന്താണ് ഡിഫറന്റ് എന്ന് വെച്ചാൽ ഇയാളുടെ മാസം എത്ര? ഇവിടെ 16 ഗ്രാം ആണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് 32 ഗ്രാം. അപ്പൊ ഇവർ തമ്മിൽ എന്തുണ്ട്? 1:2 റേഷ്യോയിലാണ് ഉള്ളത്. ആര് തമ്മിൽ? ആദ്യത്തെ കേസ് ഓപ്ഷൻ 1 ആണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്തായിരിക്കും? 2 ആയിരിക്കും, ഡബിൾ ആയിരിക്കും. അപ്പൊ അവർ തമ്മിൽ എന്തുണ്ട്? ഒരു ഫിക്സഡ് മാസ്, ഒരു ഫിക്സഡ് ഹോൾ നമ്പർ റേഷ്യോ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ? ഇതാണ് എന്ത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. ഇത് ആരെ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്? ജോൺ ഡാൾട്ടൺ ആണ്. അപ്പൊ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ്, ആരാണ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്, അതിന്റെ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. ഇഫ് ടു ഓർ മോർ ദാൻ, ഇങ്ങനെ പഠിച്ചാൽ മതി. ഇഫ് ടു എലിമെന്റ്സ് കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, അങ്ങനെയാണെങ്കിൽ ദ ഡിഫറന്റ് മാസ് ഓഫ് വൺ ഓഫ് ദി എലിമെന്റ് ദാറ്റ് കമ്പൈൻ വിത്ത് ഫിക്സ്ഡ് മാസ് ഓഫ് ദി അതർ എലിമെന്റ് ആർ ഇൻ എ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ. ദിസ് ലോ വാസ് പ്രൊപ്പോസ്ഡ് ബൈ ജോൺ ഡാൾട്ടൺ. റെഡി അല്ലേ? യെസ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ലോ ആയതുകൊണ്ടാണ് എത്ര എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി അടുത്തൊരു ലോ ആണ് മക്കളെ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അപ്പൊ ആരാണ് ഈ ലോ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് ചോദിക്കും. അപ്പൊ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ മറ്റൊരു പേരാണ് കോൺസ്റ്റന്റ് കമ്പോസിഷൻ, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് കമ്പോസിഷൻ അല്ലെങ്കിൽ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, രണ്ടും പറയാറുണ്ട്. ഇനി ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പ്രത്യേകത എന്താ? സിംപ്ലി പറയുകയാണെങ്കിൽ മക്കളെ വളരെ എളുപ്പമാണ് ഇത് മനസ്സിലാക്കാൻ. നിങ്ങളിപ്പം അമേരിക്ക അല്ലെങ്കിൽ പാകിസ്ഥാൻ ആണെന്ന് വിചാരിക്കാം. പാകിസ്ഥാൻ, ഇത് ഇന്ത്യ എന്ന് വിചാരിക്കും. ഇന്ത്യ, നിങ്ങൾ അമേരിക്കയിൽ നിന്ന് വെള്ളം എടുത്താലും ഇന്ത്യയിൽ നിന്ന് വെള്ളം എടുത്താലും 1 മോൾ വെള്ളത്തിന്റെ വെയിറ്റ് എത്ര മക്കളെ? അത് 18 ഗ്രാം തന്നെയാണ്. എന്താണ്? 18 ഗ്രാം തന്നെയാണ് അല്ലെ? 18 ഗ്രാം അല്ലേ? ആണ്. അത് ആരൊക്കെ ഉണ്ടാകും? 18 ഗ്രാമായ വെള്ളത്തിനകത്ത് ആരൊക്കെ ഉണ്ടാകും മക്കളെ? 2 ഗ്രാം ഹൈഡ്രജനും 16 ഗ്രാമും ആരായിരിക്കും? ഓക്സിജനും ആയിരിക്കും. അത് എവിടെ പോലും, ഇത് പാകിസ്ഥാനിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും 1 മോളിന്റെ അകത്തുള്ള 18 ഗ്രാം വെള്ളത്തിന്റെ അകത്ത് 2 ഗ്രാം ഹൈഡ്രജനും 16 ഗ്രാം ഓക്സിജൻ തന്നെ ആയിരിക്കും. അതിന് യാതൊരു മാറ്റം ഉണ്ടല്ലോ. അതെന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. അതെന്തായിരിക്കും? ഡെഫിനിറ്റ് ആയിരിക്കും. ഈ സംബന്ധം വിളിക്കുന്ന പേരാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് കമ്പോസിഷൻ, അല്ലെങ്കിൽ പറ എന്തായിരിക്കും? ലോ ഓഫ് കോൺസ്റ്റന്റ് കമ്പോസിഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഈ ലോ ആരാ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ലോ ആരാണ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്? ദിസ് ലോ വാസ് പ്രൊപ്പോസ്ഡ് ബൈ, ആരായിരിക്കും? is proposed by Joseph Proust ആണ്. ആരാണ്? ജോസഫ് പ്രോസ്റ്റ്. അപ്പൊ രണ്ട് ലോ നമ്മൾ പഠിച്ചു, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആൻഡ് ലോ ഓഫ് കോൺസ്റ്റന്റ് കമ്പോസിഷൻ, അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഇനി അടുത്തൊരു സിമ്പിൾ ലോ ആണ് മക്കളെ. അത് ചോദിക്കാൻ ചാൻസ് ഉണ്ടോ ചോദിച്ചാൽ ചോദിക്കാം. കാരണം നമുക്കിപ്പം ചിലപ്പോൾ എക്സാം ടഫ് ആവുകയാണെങ്കിലും എളുപ്പമാവുകയാണെങ്കിലും എപ്പോഴും ഒരു ചാപ്റ്ററിന്റെ അകത്തുനിന്ന് ചോദിക്കാൻ ലിമിറ്റ് ഉണ്ട്. വലിയ ടഫുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തായാലും എളുപ്പമുള്ള ചോദ്യം ചോദിക്കും. അപ്പം ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ. അത് വളരെ സിമ്പിൾ ലോ ആണ്. അതായത് വളരെ സിമ്പിൾ എന്ന് പറയാൻ പറ്റും. It states that matter can neither be created nor be destroyed. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എനർജി can neither be created nor be destroyed. അതേപോലെ തന്നെ മാറ്റർ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക്? neither be created ആണ്. അതായത് പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ആൻഡ് നമുക്ക് നശിപ്പിക്കാനും പറ്റില്ല. മനസ്സിലാവില്ല? neither be created and nor be destroyed എന്നാണ് പറയുന്നത്. So it was proposed by ആരാണ്? ലവോയിസർ ആണ്. ആരാണ്? ലവോയിസർ. ഓക്കെ അല്ലേ? അപ്പം അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യുന്ന ലോ ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? അത് പഠിക്കാം. Then next, സ്റ്റേറ്റ് ഗാലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം. ഇതാണ് മക്കളെ നമ്മൾ നാലാമത്തെ ലോ ആയിട്ട് പറയുന്നത്. ഗാലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം എന്ന് പറയും. ഗാലുസാക്സ് അതെന്താ പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് when gases combine to form gaseous product, ഗ്യാസുകൾ കമ്പൈൻ ചെയ്ത് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് ആവുകയാണെങ്കിൽ their volumes are in a simple whole number ratio. അങ്ങനെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ഗ്യാസസുകൾ എന്തായിരിക്കും? അവരുടെ വോളിയങ്ങൾ എന്തായിരിക്കും? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും കമ്പൈൻ ചെയ്യുന്നുണ്ടായിരിക്കുക. തോന്നുമ്പോൾ ഒന്നും കമ്പൈൻ ചെയ്യില്ല. അവർ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക, കമ്പൈൻ ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് പറയുന്ന ലോ ആണെന്ത്? ഗാലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം. ഇതിന്റെ പ്രത്യേകത എന്താ മക്കളെ? ഇത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷറിലായിരിക്കണം ഈ ലോ പറയുന്നത്. അല്ലാതെ ടെമ്പറേച്ചർ പ്രഷർ മാറുകയാണെങ്കിൽ, വേരി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലോ എന്തല്ല, അക്സെപ്റ്റബിൾ അല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പം ലോ ഓഫ് ഗാലുസാക്സ് ലോ എപ്പോൾ മാത്രമേ വാലിഡ് ആവുള്ളൂ? അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 5th ക്വസ്റ്റ്യൻ.
അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു ലോ എന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു ലോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ലോ ഏതാണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഈ സം ബേസിക് കോൺസെപ്റ്റിലെ ലോകൾ കൃത്യമായി മനസ്സിലാക്കണം. അതിൽ തന്നെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ കൃത്യമായി മനസ്സിലാക്കണം. അത് ഏതെങ്കിലും ഇല്ലുസ്ട്രേഷൻ വന്നിട്ടായിരിക്കും. ചിലപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കമ്പയർ ചെയ്ത് വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും ആവുന്നതായിരിക്കും പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ കോപ്പറും ഓക്സിജനും കൂടി ചേർന്നിട്ട് കോപ്പർ ഓക്സൈഡും കുപ്രിസ് ഓക്സൈഡ് അല്ലെങ്കിൽ CO-യും CO2-യും ഉണ്ടാവുന്നതായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള അല്ലെങ്കിൽ നൈട്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ട് N2O-യും അതേപോലെ തന്നെ NO2 ഉണ്ടാവുന്നതായിരിക്കും പറയുന്നുണ്ടാവുക. അല്ലെങ്കിൽ N2O-യും അല്ലെങ്കിൽ N2O2 ഉണ്ടാവുന്നതായിരിക്കും. അങ്ങനെ പല രൂപത്തിൽ NO2 NO ഇങ്ങനെയൊക്കെ പറയാം. അപ്പം ഏതെങ്കിലും ഒരാളുടെ മാസ് ഫിക്സ്ഡ് ആയിരിക്കും, മറ്റേ മാസ് വേരി ചെയ്യുന്നുണ്ടായിരിക്കും. ആ വേരി ചെയ്യുന്ന ആൾക്കാരെ തമ്മിൽ എന്ത് ചെയ്യും? ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് എന്താണ് മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ AMU ഓർ യൂണിഫൈഡ് മാസ്. ഇതാണ് പല കുട്ടികൾക്കും സംശയമുള്ള മറ്റു. അറ്റോമിക് മാസ് യൂണിറ്റ് എന്താണ്? അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയാൻ വളരെ സിമ്പിൾ ആണ് മക്കൾ. അതായത് 1/12 to the mass of the carbon atom is called atomic mass unit. അപ്പൊ എന്താ 1/12 of the carbon atom? മക്കളെ, കാർബൺ ഐസോട്ടോപ്പുകളുണ്ട്. കാർബൺ ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? കാർബൺ ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പം കാർബണിന്റെ മാസ്, അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ കാർബൺ 12 ഉണ്ട്, കാർബൺ 13 ഉണ്ട്, കാർബൺ 14 ഉണ്ട്. ഇങ്ങനെ പലതരം ഐസോട്ടോപ്പുകളുണ്ട്. അപ്പം ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് എന്താ? സെയിം അറ്റോമിക് നമ്പർ, ഡിഫറെന്റ് മാസ് നമ്പറാണ്. അപ്പൊ ഇവരുടെ മാസ് നമ്പർ ഡിഫറെന്റ് ആണ്. പക്ഷെ ഞാൻ എടുക്കാൻ പോകുന്ന ഏത് കാർബണാണ് മക്കളെ? ഞാൻ എടുക്കാൻ പോകുന്നത് കാർബൺ 12-നെയാണ്. അതായത് അറ്റോമിക് മാസ് നമ്പർ 12 ആയിട്ടുള്ള, അതായത് മാസ് നമ്പർ 12 ആയിട്ടുള്ളതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ മാസ് നമ്പർ 12 ആണ് ഇയാളുടെ, ദെൻ ഇയാളുടെ. അതുപോലെ തന്നെ ഈ മാസ് നമ്പർ 12 ഇയാളുടെ 12 ഒരു ഭാഗം എടുക്കുന്നു. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിപ്പം കാർബൺ 12 ഉള്ള ഐസോട്ടോപ്പിൽ കാർബൺ എന്ന് വിചാരിക്കും. ഇതിനെ നമ്മൾ 12 കഷ്ണങ്ങളാക്കാന്ന് വിചാരിക്കും. 1 2 3 4 ഇങ്ങനെ ഒരുപാട് പീസുകളാക്കി മാറ്റിയാൽ നമുക്കൊരു 12 ഒരു ഭാഗത്തിന്റെ വെയിറ്റ് എടുക്കാം. ആ വെയിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഒരു അറ്റോമിക് മാസ് AMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് AMU എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്നത് 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം ഈസ് കോൾഡ് ആസ് അറ്റോമിക് മാസ് യൂണിറ്റ്, അല്ലെങ്കിൽ 1 AMU എന്ന് പറയും. ഓക്കെ, ഇനി നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതാണ് ബേസിക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള ചോദ്യം എന്താണ് 1 മോൾ? ഡിഫൈൻ 1 മോൾ. അങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ മനസ്സിലാക്കും എന്താണ് മോൾ. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഈ ചാപ്റ്റർ എടുക്കുന്ന മുമ്പുള്ള വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളിനെ പറ്റിയുള്ള കോൺസെപ്റ്റുകളൊക്കെ. ഓക്കെ, അപ്പൊ ഞാൻ അതിലേക്ക് അധികം കിടക്കുന്നില്ല. സിംപ്ലി എന്താണ് മോൾ എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? 1 മോൾ ഇസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അതായത് മക്കളെ, ഇതൊരു എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. അതിനകത്ത് എന്തുണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. പാർട്ടിക്കിൾ എന്ന് ആരൊക്കെ ആയിരിക്കാം? അത് മോളിക്യൂൾ ആയിരിക്കാം, അല്ലെങ്കിൽ ആറ്റംസ് ആയിരിക്കാം. ആറ്റം കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾ ആയിരിക്കാം, അല്ലെങ്കിൽ ആറ്റംസ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് എത്ര നമ്പർ ഉണ്ടായിരിക്കും? അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ എത്ര മക്കളെ? അവഗാഡ്രോ നമ്പർ എന്ന് പറയുമ്പോൾ NA എന്ന് പറയുന്നതാണ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉള്ള എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിളിക്കുന്ന പേരാണ് 1 മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ആറ്റംസ് ആയിരിക്കാം, മോളിക്യൂൾസ് ആയിരിക്കാം. അത്രയേ ഉള്ളൂ. അങ്ങനെ ആറ്റംസ് ആണെങ്കിൽ അതിന്റെ വെയിറ്റിനെ വിളിക്കുന്ന പേരെന്താ? ഗ്രാം അറ്റോമിക് മാസ് എന്നും, അത് മോളിക്യൂൾസ് ആണെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് എന്നും പറയും. മനസ്സിലായല്ലോ? GAM ഉണ്ട്, GMM ഉണ്ട്. ഓക്കെ, ഫൈൻ. ഇനി എങ്ങനെയാണെങ്കിൽ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കണം. കാരണം സം ബേസിക് കോൺസെപ്റ്റിൽ മിക്കവാറും ചോദിക്കുക എന്തായിരിക്കും? ഫസ്റ്റ് ഞാൻ പറഞ്ഞ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ ഏതെങ്കിലും ചോദ്യമായിരിക്കും. അത് മിക്കവാറും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ തന്നെയായിരിക്കും. ഓക്കെ, അതാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ചിലപ്പോൾ വേണമെങ്കിൽ വേറെയും ചോദിക്കാം. ഇനി അത് കഴിഞ്ഞ സെക്കൻഡ് സെറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് മോൾ കോൺസെപ്റ്റ് ബന്ധപ്പെട്ട ചോദ്യങ്ങളെങ്കിൽ ചോദിക്കുന്നുണ്ടായിരിക്കാം. ഒന്നെങ്കിൽ തിയററ്റിക്കൽ ക്വസ്റ്റൻ ആയിരിക്കാം, അതിന് കൂടെ തന്നെ എപ്പോഴും ഒരു ന്യൂമറിക്കൽ ചോദ്യം കൂടി വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഭാഗമാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. അത് നമുക്ക് ആദ്യം സിമ്പിൾ ആയ ചോദ്യം നോക്കാം. അതിൽ നമ്മുടെ ചോദ്യം കൊടുത്തിരിക്കുന്നതാണ് ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾ പ്രസന്റ് ഇൻ 13 gram ഓഫ് ഗ്ലൂക്കോസ് എന്നാണ്. അതായത് മക്കളെ വിസിബിലിറ്റി കുറവാണെങ്കിൽ ഞാൻ വായിക്കുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾ പ്രസന്റ് ഇൻ 13 gram ഓഫ് ഗ്ലൂക്കോസ്. എത്രയാ മക്കളെ? 13 gram ഓഫ് ഗ്ലൂക്കോസ്. അപ്പൊ ചോദ്യം ഇതാണ് മക്കളെ, ചോദ്യം ഇതാണ്. 30 gram ഗ്ലൂക്കോസ് എടുക്കുന്നു. 30 gram ഗ്ലൂക്കോസിൽ എന്താണ് മക്കളെ? 30 gram ഗ്ലൂക്കോസിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? നമ്പർ ഓഫ് മോൾസ് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതെന്താ ചോദ്യം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്ന ചോദ്യമാണ്. എന്താ തന്നിരിക്കുന്നത്? ഗിവൺ വെയിറ്റ് തന്നിട്ടുണ്ട്. വെയിറ്റ് തന്നിട്ട് നിങ്ങൾ നമ്പർ ഓഫ് മോൾസ് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ലടാ. എന്താ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള പറഞ്ഞേ എന്താ ഇക്വേഷൻ? പറ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ, നമ്പർ ഓഫ് മോൾസ് കൊടുക്കുക. നമ്പർ ഓഫ് മോൾ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ ബൈ ഡിവൈഡഡ് ബൈ മോളാർ മാസ്, അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലർ മാസ്, ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ എത്ര തന്നിരിക്കുന്ന മാസ്? ഇവിടെ തന്നിരിക്കുന്ന എത്ര നോക്കാം? 30 gram ആണല്ലോ. 30 gram ആണ്. എത്രയാണ്? 30 gram. 30 gram ആണ് തന്നിരിക്കുന്നത്. ഇനി മോളാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് എത്രയാണ്? ഗ്ലൂക്കോസ്
ഗ്ലൂക്കോസ് എത്ര കണ്ടുപിടിക്കാൻ അറിയില്ല എങ്കിൽ നമ്മൾ കാണാതെ പഠിക്കുന്നതാണ്. എപ്പോഴും ചോദിക്കണം ഗ്ലൂക്കോസ് ഒക്കെ. അപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാരുടെ വെയിറ്റ് ഒക്കെ നിങ്ങൾ കാണാതെ പഠിക്കണം. ഇനി അതല്ല നിങ്ങൾക്ക് കാണാതെ അറിയില്ല എങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കാം. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് മക്കളെ, ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ C6H12O6 ആണ്. എന്താണ് C6H12O6 ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വെയിറ്റ് കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? 6 കാർബൺ 6 × 12 എത്രയാണ്? 72 പ്ലസ് 12 പ്ലസ് 6 × 16 എന്ന് പറയുമ്പോൾ 96 പ്ലസ് 12 108 പ്ലസ് 72 180 ഗ്രാം. എത്രയാണ്? 180 ഗ്രാം ആണ് എന്താ ഗ്ലൂക്കോസിന്റെ മാസ് വരുന്നത്. സോ 30/180 എത്ര പറയുമ്പോൾ 30/180. അപ്പം നമ്മൾ ഇതിൽ കട്ട് ചെയ്ത് പോകുന്നു 3/18. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓൾമോസ്റ്റ് കിട്ടുന്ന ആൻസർ 0.17 മോൾ ആണ്. എത്രയാണ്? 0.17 മോൾ ആണ്. റെഡി അല്ലേ? അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് എന്നിട്ട് നിങ്ങൾ നമ്പർ ഓഫ് മോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. സോ സിമ്പിൾ എന്ത് ചെയ്യാം? ഗിവൺ ബൈ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്താൽ ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ അല്ലേ? സിമ്പിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നെക്സ്റ്റ് ചോദ്യം എന്തായിരിക്കും? നെക്സ്റ്റ് ചോദ്യം അപ്പം നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ഇതുപോലെ ചെയ്യാം. പക്ഷെ ഇവിടുത്തെ ചില ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് മക്കളെ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾ ആണ്. എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു മോളിന്റെ അകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 0.17 മോളിന് എത്ര മോളിക്യൂൾസ് ഉണ്ടാകും? 0.17 ആണെങ്കിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാകും മക്കളെ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മോളിലാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മോളിലാണെങ്കിൽ 6.022 × 10⁻23 എന്തുണ്ടാകും മക്കളെ? പാർട്ടിക്കിൾസ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ മോളിക്യൂൾസിൽ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ 0.17 മോളിൽ എത്ര ഉണ്ടാകും മക്കളെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? 0.17 × ഈ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വിച്ച് മീൻസ് 0.17 × അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. അത്രയും മോളിക്യൂൾസ് ആണ് ഇവിടെ ഉണ്ടാവുക, ഇതിന്റെ അകത്ത് ഉണ്ടാവുക. നിങ്ങൾ മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ? യെസ്. ഇനി നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Write the number of significant figures in the following. ഇത് വളരെ ടാക്ടിക്കൽ അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. കാരണം സിഗ്നിഫിക്കന്റ് ഫിഗർ വളരെ എളുപ്പമായതുകൊണ്ട് തന്നെ ആൾക്കാർ അത് പഠിക്കാറില്ല. പക്ഷേ നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് കൂടുതലുമാണ്. സിഗ്നിഫിക്കന്റ് ഫിഗർ എന്ന് പറയുമ്പോൾ എപ്പോഴും ചോദിക്കാൻ 1 മാർക്ക് ചോദ്യമാണ്. ചിലപ്പോൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് കാണുമ്പോൾ സിഗ്നിഫിക്കന്റ് ഫിഗർ ആൻ ചാൻസ് ഉണ്ട്. കാരണം അത് 1 മാർക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്നിഫിക്കന്റ് ഫിഗറിലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നോക്കിക്കേ ഇതാ 0.0 നമ്മുടെ എഴുതാം, കാണുന്നില്ലെങ്കിൽ എഴുതാം 0.0205. ഇതിൽ എത്ര സിഗ്നിഫിക്കർ ഉണ്ട് ചോദിച്ചാൽ നിങ്ങൾ എത്ര എന്ന് പറയും? സാധാരണ നമ്മൾ വിചാരിക്കും ഇവിടെ ഇപ്പം നമ്പർ സിഗ്നിഫിക്കർ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ്. 0 ഉണ്ട്, 2 ഉണ്ട്, 0 ഉണ്ട്, 5 5 സിഗ്നിഫിക്കർ ഇങ്ങനെ പറയുന്നവരുണ്ടാവും. അങ്ങനെ പറയാൻ തെറ്റാ. എന്തല്ല 5 എന്ന് പറഞ്ഞാൽ അത് തെറ്റാ. അപ്പൊ നമ്മൾ വിചാരിക്കും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ എല്ലാവരും സിഗ്നിഫിക്കർ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോഴോ 1 ഉണ്ട്, 2 ഉണ്ട്, 3 4 ഉണ്ട്, 4 എഴുതും. അപ്പൊ എന്താ? അതും തെറ്റാ. അപ്പൊ എത്ര സാറേ ആൻസർ എന്ന് വെച്ചാൽ എന്താ പറയാം? അപ്പൊ നിങ്ങൾ പറയണം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കണം. എന്താ മന്ത്രിക്കേണ്ടത്? അതായത് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് 0 എന്തല്ല സിഗ്നിഫിക്കർ ആയിട്ട് കൂട്ടാൻ പാടില്ല. അപ്പൊ ഏത് 0 കൂട്ടാൻ പറ്റുള്ളൂ? അതായത് നോൺ 0 ഡിജിറ്റ് കഴിഞ്ഞ് വരുന്ന 0 മാത്രം എന്തുള്ളൂ? അതെന്താവുള്ളൂ? സിഗ്നിഫിക്കർ ആയിട്ട് കൂട്ടാൻ പാടുള്ളൂ. അപ്പം നോൺ 0 എന്ന് പറയുമ്പോൾ ഏതാ? നോൺ 0 എന്ന് പറയുമ്പോൾ നോക്കിയേ, ഇവൻ എന്താ? നോൺ 0 അല്ലേ? ആണ്. അയാൾ കഴിഞ്ഞ് വരുന്ന 0 എന്താണ്? സിഗ്നിഫിക്കർ ആണ്. അയാൾ നമുക്ക് എണ്ണത്തിൽ പെടുത്താൻ പറ്റും. അല്ലാത്ത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എണ്ണത്തിൽ പെടുത്താൻ പറ്റത്തില്ല. യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കേ, ഇയാളാണ് ആദ്യത്തെ നോൺ 0 നമ്പർ. അപ്പൊ ഇയാൾ സിഗ്നിഫിക്കർ ആണ്, കറക്റ്റ് ആണ്. ഇയാൾ എന്താ സിഗ്നിഫിക്കർ ആണ്, കറക്റ്റ് ആണ്. ഇയാൾ എന്താ സിഗ്നിഫിക്കർ ആണ്, കറക്റ്റ് ആണ്. അപ്പൊ എത്ര ഉണ്ട്? അപ്പൊ ടോട്ടൽ 3 എണ്ണം ഉണ്ട്. എത്ര ഉണ്ട്? ടോട്ടൽ 3. അപ്പൊ എത്രയാണ് ഇതിനകത്ത് ചോദിച്ചാൽ 3 എണ്ണം. ഫോർ എക്സാമ്പിൾ വേറെ തരാം. 0.00202. ഇങ്ങനെയാണെങ്കിലോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും എന്തല്ല സിഗ്നിഫിക്കർ അല്ല. കാരണം എന്താ? നോൺ 0 ഡിജിറ്റ് കഴിഞ്ഞ ശേഷമുള്ള ആള് മാത്രം എന്തായാലും 0നെ മാത്രം സിഗ്നിഫിക്കർ ആയിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പം ഇവിടെ ഈ 0 എന്താണ്? സിഗ്നിഫിക്കർ ആണ്. സോ ഇവിടെയും എത്ര തന്നെ മക്കളെ? 3 ആണ് സിഗ്നിഫിക്കർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മറ്റ് എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻ നോക്കാം. മറ്റൊരു എക്സാമ്പിൾ ആണ് മക്കളെ, നോക്കിയേ. മറ്റേ എക്സാമ്പിൾ ആണിത്. 4.00 × 10⁻⁻5. നിങ്ങൾക്കറിയാം ഇതെന്താ? മൾട്ടിപ്ലയറാ. മൾട്ടിപ്ലയർ നമുക്ക് എന്തേ കണക്കാക്കാറില്ല? സിഗ്നിഫിക്കർ ആയിട്ട് കണക്കാക്കാറില്ല. അപ്പൊ ഉറപ്പായിട്ട് ഇയാൾക്ക് എന്തില്ല? സിഗ്നിഫിക്കർ ഇല്ല. അപ്പൊ നമ്മൾ ഇയാളെ ഒഴിവാക്കി. പിന്നെ സംശയം എന്താ? ഇതിന്റെ അകത്ത് സിഗ്നിഫിക്കർ ഉണ്ട് എന്നുള്ളതാണ്. 4.00 ഞാൻ നിങ്ങളോട് പറഞ്ഞു നോൺ 0 ഡിജിറ്റിന് ശേഷം വരുന്ന 0 എന്താണ്?
അത് സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് എന്നുള്ള കാര്യം. ഓക്കെ, അത് ഡെസിമൽ പോയിന്റ് ശേഷമുള്ളതാണ്. ഓക്കെ, അപ്പൊ 400 ആണെങ്കിൽ എന്തല്ല, 400 ഏതാണെങ്കിൽ എന്താ ഈ 0 സിഗ്നിഫിക്കർ അല്ലേ? അതല്ല കേട്ടോ. ഡെസിമൽ പോയിന്റ് ശേഷം വരുന്ന സംഭവം സീറോ എപ്പോഴാണ് സിഗ്നിഫിക്കർ ആകുക? അത് ആക്ച്വലി നോൺ സീറോ ഡിജിറ്റിന് ശേഷമുള്ള ആൾക്കാരൊക്കെ എന്താണ് സിഗ്നിഫിക്കർ ആണ്. അങ്ങനെയാണെങ്കിൽ 4.00 എത്ര ഉണ്ട്? ഈ 0 സിഗ്നിഫിക്കർ ആണ്, ഈ 0 സിഗ്നിഫിക്കർ ആണ്. മാത്രമല്ല ഈ 4 എന്ന് തന്നെയാണ് സിഗ്നിഫിക്കർ ആണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഉണ്ടാകും, മൊത്തം 3 എന്ന ആൻസർ ഉണ്ടാകും. റെഡി അല്ലേ? യെസ്. ഇനി അടുത്തൊരു കേസാണ് മക്കളെ 1005. ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ത്, നോൺ സീറോ ഡിജിറ്റിന് ശേഷം വരുന്ന സീറോകളൊക്കെ എന്താണ് സിഗ്നിഫിക്കർ ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പം ഇതിന്റെ ഇടയിലല്ലേ ഇത് വരുന്നത്? ഇതിന്റെ ഇടയിലാണ്. അപ്പം ഇയാൾ എന്താണ് സിഗ്നിഫിക്കർ ആണല്ലോ. അപ്പൊ മൊത്തത്തിൽ ഉണ്ടാകും, മൊത്തം 4 എന്നുണ്ടാവും ആൻസർ. എത്രയാണ്? 4 ആൻസർ. റെഡി അല്ലേ? ഇനി മറ്റൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ 2000. എത്രയാണ്? 2000. ഈ 2000 ആക്ച്വലി ഞാൻ നേരത്തെ ഒരു കേസ് പറഞ്ഞു 400 എന്നുള്ള, അല്ലെങ്കിൽ 400 കേസ് നിങ്ങളോട് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ മനസ്സിലാക്കാൻ കാരണം വെച്ചാൽ 2000 നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? ആക്ച്വലി 2000 വേണമെങ്കിൽ 2 × 10⁻³ എഴുതി കൂടെ മക്കളെ എഴുതാം. അതുകൊണ്ട് തന്നെ ഇയാൾ എന്തല്ല സിഗ്നിഫിക്കർ അല്ല. അപ്പൊ ഈ വരുന്ന 2 മാത്രം എന്തുള്ളൂ സിഗ്നിഫിക്കർ ആയിട്ട് നമ്മൾ കണക്കാക്കാറുള്ളൂ. സോ ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? 1 എന്നാണ് ആൻസർ വരിക. 1. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണെങ്കിലോ മക്കളെ ഞാൻ പറയാണ് 10,000 എത്ര സിഗ്നിഫിക്കർ, ഇതിൽ എത്ര സിഗ്നിഫിക്കർ ഉണ്ട്? അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, ഈ 0 ഒന്നും എന്തല്ല സിഗ്നിഫിക്കർ അല്ല. സോ ആൻസർ എത്രയാണ്? 1 മാത്രം. മനസ്സിലായോ? യെസ്. ഇതാണ് സിഗ്നിഫിക്കറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1 മാർക്കിന് എപ്പോഴും ചോദിക്കുന്നതുമാണ്. റെഡി അല്ലേ? ഇപ്പൊ സമയം ഏകദേശം 3 മണിയാണ്, പുലർച്ചെ 3 മണിയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യാം, ഓരോ ചോദ്യം ശ്രദ്ധിക്കാം, അതിന്റെ ആൻസറുകൾ മനസ്സിലാക്കി വെക്കാം. ക്വസ്റ്റ്യൻ ചില വിസിബിലിറ്റി കുറവുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻസ് വായിക്കുന്നുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്റെ കൂടെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു ചോദ്യമാണ് എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല, അതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളും. സോ എന്താണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുല ഡിഫറൻസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്, അതായത് കോമ്പൗണ്ടിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതുന്ന ഫോർമുലയാണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. മോളിക്കുലർ ഫോർമുല ആക്ച്വൽ ഫോർമുല. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഗ്ലൂക്കോസ്, ഞാൻ പറഞ്ഞല്ലോ ഗ്ലൂക്കോസ് എന്താ C6H12O6 ആണ് മക്കളെ. ഇത് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഫോർമുല ആണ് എന്ത് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. വിച്ച് മീൻസ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6 കൊണ്ട് ഡിവൈഡ്, ഇതിന്റെ ഏറ്റവും LCM എടുക്കുകയാണെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എല്ലാത്തിനെയും, അല്ലെ? അങ്ങനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെങ്ങനെ കൺവേർട്ട് ചെയ്യാം? CH2O എഴുതിക്കൂടെ മക്കളെ? ഈ CH2O ആണ് ആക്ച്വലി എന്ത് ഇതിന്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അതുപോലെ C6H12O6 എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ആക്ച്വൽ ഫോർമുലയാണ്. ഇറ്റ് ഈസ് നോൺ ആസ് മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. അങ്ങനെയാണ് നോക്കിക്കേ, വാട്ട് ഇസ് മീൻ ബൈ എംപിരിക്കൽ ഫോർമുല? ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്. ആൻഡ് വാട്ട് ഇസ് മീൻ ബൈ മോളിക്കുലർ ഫോർമുല? ഇറ്റ് ഈസ് ദ ആക്ച്വൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്. റെഡി അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ എംപിരിക്കൽ ഫോർമുല മറ്റൊരു പോയിന്റ് ആണ്, ഇറ്റ് ഗീവ്സ് ദ സിംപ്ലസ്റ്റ് ratio of the different atoms present in a compound. Simplest ratio ആണ് എന്ത് empirical formula എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ what is my molecular formula? It gives the exact number of different atoms present in a compound. Exact ആയിട്ടുള്ള നമ്പർ തരുന്നതാണ് molecular formula എങ്കിൽ നമ്മുടെ empirical formula എന്ന് പറയുന്നത് എന്താണ്? Simplest ratio തരുന്നതാണ് empirical formula എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ത്, അടുത്തൊരു ചോദ്യമാണെന്ത്, നമ്മൾ എങ്ങനെയാണ് empirical formulയും molecular formula തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ പറയണം molecular formula is equal to empirical formula into n എന്നാണ്. എന്താണ് പറ എന്താണ് molecular formula is equal to empirical formula into n എന്നാണ്. സോ അതാണ് വളരെ ഇമ്പോർട്ടന്റ് മറ്റൊരു ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിക്കുക. molecular formula is equal to empirical formula into n എന്നാണ്. n. അപ്പൊ അടുത്ത സംശയം, എന്താണ് മാഷേ n എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മീൻ ബൈ n? അതാണ് അടുത്ത ചോദ്യം. അപ്പൊ നിങ്ങൾ പറയണം n is equal to molar mass divided by empirical formula mass. n is equal to molar mass divided by empirical formula mass. Okay. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്താണ് ഈ മോളാർ മാസ്, എന്താണ് എംപിരിക്കൽ ഫോർമുല മാസ്? അഗൈൻ സംശയം. അപ്പൊ ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഇയാളെ തന്നെ എടുക്കാം, നമുക്ക് ഗ്ലൂക്കോസിൽ തന്നെ എടുക്കാം. ഇതാണ് ഗ്ലൂക്കോസ് എന്ന് വിചാരിക്കും. ഇതല്ലേ ഗ്ലൂക്കോസ്. ഇയാളുടെ മോളിക്കുലർ ഫോർമുല മാസ് എത്രയാണ്? ഞാൻ പറഞ്ഞു ഓൾറെഡി. എത്രയാണ്? 180 gram ആണ്, അല്ലെ? ആണ്. ഇയാളുടെ എംപിരിക്കൽ ഫോർമുല എന്താ? ഇയാളുടെ എംപിരിക്കൽ ഫോർമുല സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറയുമ്പോൾ സിംപ്ലസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? CH2O ആണ്, അല്ലെ? CH2O ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓരോരുത്തരെയും വെയിറ്റ് കൂട്ടി നോക്കാം. കാർബൺ വെയിറ്റ് എത്രയാ? 12 ആകുന്നു. ഹൈഡ്രജൻ എത്രയാണ്? 12 + 2 + ഓക്സിജൻ എത്രയാണ്? 16. സോ
14 + 16 30 ഗ്രാം എന്ന് കിട്ടും. 30 ഗ്രാം. ഇതാണ് ഇതിന്റെ എംപിരിക്കൽ ഫോർമുല മാസ് എന്ന് പറയുന്നത്. സോ മോളിക്കുലർ ഫോർമുല മാസ് നമ്മൾ എന്ത് ചെയ്യണം? എംപിരിക്കൽ ഫോർമുല മാസ് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? n എന്ന് പറയുന്ന ഫാക്ടർ കിട്ടും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മക്കളെ എത്രയാണ്? 180 ഡിവൈഡഡ് ബൈ എത്രയാണ്? 30 ഗ്രാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? is equal to 6 എന്ന് കിട്ടും. അപ്പൊ എന്നിന്റെ വാല്യൂ 6 ആണെന്ത് ഗ്ലൂക്കോസിന്റെ കേസിൽ. ഇനി നമ്മൾ വേറെ എക്സാമ്പിൾ എടുക്കുകയാണ്. CH2Cl. CH2Cl ആണെങ്കിൽ ഏതാണ്? CH2Cl ആണത്. CH2Cl എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇയാളുടെ വെയിറ്റ് കണ്ടുപിടിക്കാം. കാർബണിന്റെ പേര് എത്രയാണ്? 12. ഹൈഡ്രജന്റെ പേര് 2. ദെൻ ക്ലോറിന്റെ വെയിറ്റ് 35.5. അപ്പൊ 49.5 ആയിരിക്കും ഇതിന്റെ എന്ത് എംപിരിക്കൽ ഫോർമുല മാസ് എന്ന് പറയുന്നത്. അപ്പൊ ആരുടെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ചുമ്മാ കണ്ടുപിടിക്കാം. ദെൻ മോളിക്കുലർ ഫോർമുല നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ മോളിക്കുലർ ഫോർമുല മാസ് കണ്ടുപിടിക്കുക. ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? n ഫാക്ടർ കിട്ടും. റെഡി അല്ലേ? ഇനി മക്കളെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സിംപിളി ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ ചോദിക്കും. ചിലപ്പോൾ എന്ത് കണ്ടുപിടിക്കാൻ ചോദിക്കും? മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ ചോദിക്കും. വേണമെങ്കിൽ അവർ ഇങ്ങനെ തരും. എംപിരിക്കൽ ഫോർമുല മാസ് ഈസ് ഈക്വൽ ടു, ചുമ്മാ പറയാണ് ഞാൻ, എംപിരിക്കൽ ഫോർമുല മാസ് എന്ന് പറയുന്നത് CH2Cl അല്ലെങ്കിൽ ലെറ്റ്സ് സേ CH2 അല്ലെങ്കിൽ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH2 ആണെന്ന് പറയാണ്. അവർ നിങ്ങളോട് പറയുന്നു ഇയാളുടെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് ലെറ്റ്സ് സേ 180 ആണ്. ദെൻ എംപിരിക്കൽ ഫോർമുല മാസ് എന്ന് പറയുന്നത് 30 ഗ്രാം ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ മോളിക്കുലർ മാസ് എഴുതാൻ ചോദിച്ചാൽ എങ്ങനെ എഴുതാൻ പറ്റും? സിമ്പിൾ ആ മക്കളെ. എംപിരിക്കൽ ഫോർമുല നിങ്ങൾക്ക് അറിയാലോ. യെസ്. അപ്പൊ നമുക്ക് n ഫാക്ടർ കണ്ടുപിടിക്കാം. n ഫാക്ടർ ഈസ് ഈക്വൽ 180 ഡിവൈഡഡ് ബൈ 30 എന്ന് പറയും. സോ 6. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന എംപിരിക്കൽ ഫോർമുലിനെ എന്ത് ചെയ്യാം? നിങ്ങൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്നിട്ടും C6H12O6. ഇതാണെന്ത്? അതിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്, മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. ഇത്രയൊരു സിമ്പിൾ ആയ ചോദ്യമായിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? യെസ്. ഒന്ന് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കാം. ഇനി ഇതല്ലാതെ എങ്ങനെയാണ് ഒരു ടാബുലാർ കോളം തന്നിട്ട് നിങ്ങളെ പല കുട്ടികളെയും കുഴപ്പിക്കുന്ന അല്ലെങ്കിൽ പല കുട്ടികൾക്കും അറിയാത്തതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആണത്. അതിന്റെ ഫോർമാറ്റ് വളരെ സിമ്പിൾ ആണ്. അപ്പം കാണുമ്പോൾ പേടിക്കും, കാരണം കുറെ പെർസെന്റേജ് കാണും. പക്ഷെ വളരെ സിമ്പിൾ ചോദ്യമാണത്. സ്ഥിരമായിട്ട് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്തെങ്കിലും മാർക്ക് ചെയ്ത് പഠിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ചോദ്യമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിസിബിലിറ്റി കുറവാണെങ്കിൽ ഞാൻ വായിക്കാം. എല്ലാവരും നോക്കിക്കേ. എല്ലാവരും നോക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. A compound contains 4.07% hydrogen, 24.27 carbon, and 71.65% chlorine. Its molecular mass is 98.96. Then what are its empirical and molecular formulae? എന്നാണ് ചോദ്യം. സോ ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പെർസെന്റേജ് തന്നു മക്കളെ. പെർസെന്റേജ് തന്നിട്ട് നിങ്ങളോട് എംപിരിക്കൽ ഫോർമുലയും അതേപോലെ മോളിക്കുലർ ഫോർമുലയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ടേബിൾ ഡെക്കറേറ്റ് ചെയ്യുക. എങ്ങനെ ഉണ്ടാക്കുക അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം മക്കളെ? ഈ ചോദ്യം ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. അതിനകത്ത് തന്നെ നമുക്ക് ഏകദേശം 6 കോളംസ് ആക്കി ഇരിക്കും. 6 കോളംസ്. 6 ആവശ്യമില്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. മനസ്സ് ചെയ്താലും മതി അത്. അപ്പൊ 6 കോളംസുകൾ നിങ്ങൾ മാറ്റാം. എലമെന്റ്സ് കൊടുക്കാം. അതേപോലെ തന്നിരിക്കുന്ന അതിന്റെ പെർസെന്റേജ് എത്ര എന്നുള്ള അറ്റോമിക് മാസ് എത്രയാണെന്ന് അറിയണം. അറ്റോമിക് മാസ്, അതേപോലെ തന്നെ അതിന്റെ പെർസെന്റേജ്. രണ്ടാമത് നിങ്ങൾ പെർസെന്റേജ് കൊടുത്തോളൂ. ഇപ്പോൾ എലമെന്റ് കൊടുക്കാം, പെർസെന്റേജ് കൊടുക്കാം, അറ്റോമിക് മാസ് എത്രയാണെന്ന് കൊടുക്കാം. അറ്റോമിക് മാസ്. അത് കഴിഞ്ഞാൽ പെർസെന്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് റേഷ്യോ എടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ സിമ്പിൾ റേഷ്യോ കണ്ടുപിടിക്കണം. സിമ്പിൾ റേഷ്യോ. അത് കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ കണ്ടുപിടിക്കണം. സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ കണ്ടുപിടിക്കണം. ഇതാണ് പരിപാടി. ഇത് ചെയ്താൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എങ്ങനെയാ ചെയ്യാം? എംപിരിക്കൽ ഫോർമുല കിട്ടും, മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. സോ ഫസ്റ്റ് എലമെന്റ് ഏതാണ്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ദെൻ ആരാണ്? ക്ലോറിൻ ഉണ്ട്. കാർബണിന്റെ ആക്ച്വലി തന്നിരിക്കുന്ന പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 24.27 ആണ്. 24.27. ദെൻ അതേപോലെ തന്നെ ഹൈഡ്രജൻ ആണെങ്കിൽ 4.07. ദെൻ അതേപോലെ തന്നെ ക്ലോറിൻ ആണെങ്കിൽ 71.65. ഇതാണ് സംഭവം. 71.65. അങ്ങനെയാണ് അറ്റോമിക് മാസ് ഓഫ് എന്താ? കാർബൺ 12 ആണ്. എല്ലാവർക്കും ഒരു 12 ആണെന്നുള്ളത്. ഹൈഡ്രജൻ 1 ഗ്രാം ആണ്. ദെൻ ക്ലോറിൻ എത്ര? 35.5 ആണ്. റെഡി അല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അറ്റോമിക് മാസും അതേപോലെ തന്നെ നിങ്ങൾക്ക് പെർസെന്റേജ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്തൊരു ടേബിളിലെ കോളം അല്ലെങ്കിൽ അടുത്തൊരു കാര്യമാണത് പെർസെന്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് കണ്ടുപിടിക്കാന്നുള്ളത്. സോ പെർസെന്റേജ് എത്രയാണ്? 24.27 ആണ്. സോ 24.27 ഡിവൈഡഡ് ബൈ 12 ചെയ്യാം. ദെൻ അടുത്ത് ഹൈഡ്രജൻ എത്രയാണ്? 4.07 ഡിവൈഡഡ് ബൈ 1. ദെൻ 71.65 ഡിവൈഡഡ് ബൈ 35.5. റെഡി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇത്ര ആൻസർ കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന എത്രയായിരിക്കും മക്കളെ? ഇത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓൾമോസ്റ്റ് 2 എന്ന് കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 4 എന്ന് കിട്ടും. ഇത് ചെയ്താൽ ഓൾമോസ്റ്റ് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. കിട്ടിയില്ലേ? അങ്ങനെ കിട്ടിക്കഴിഞ്ഞ വാല്യൂവിനെ 242. ഇത് ഏറ്റവും ചെറിയ വാല്യൂ ഇതാ 2 അല്ലേ? ആ 2നെ കൊണ്ട് എല്ലാ കിട്ടിയ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ കിട്ടിയ വാല്യൂവിനെ കൊണ്ട്
കിട്ടിയ വാല്യൂ ഏറ്റവും ചെറിയ വാല്യൂനെ കൊണ്ട് എല്ലാ വാല്യൂനും എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്നതാണ് സിമ്പിൾ റേഷ്യോ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾ 2 4 2 ഏറ്റവും ചെറുത് 2 അല്ലേ, ആ 2 എന്ത് ചെയ്യാം എല്ലാ കൊണ്ടും 2 കൊണ്ട് 2 ഡിവൈഡ് ചെയ്യുക, 4 കൊണ്ട് 2 ഡിവൈഡ് ചെയ്യുക, ദെൻ 2 കൊണ്ട് 2 ഡിവൈഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം 2 ഡിവൈഡഡ് ബൈ 2 4 ഡിവൈഡഡ് ബൈ 2 2 ഡിവൈഡഡ് ബൈ 2 അപ്പൊ എത്ര കിട്ടും 2 ഡിവൈഡ് 2 1 കിട്ടും, 4 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും 1 കിട്ടും. സോ 2 കിട്ടും, ദെൻ 2 ഡിവൈഡ് ബൈ 2 1 കിട്ടും. അപ്പൊ ഇതാണ് സിമ്പിൾ റേഷ്യോ എന്ന് വെച്ചാൽ 1:2:1 എന്ന് പറയുന്ന റേഷ്യോ ആണ് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് കാർബൺ ഹൈഡ്രജൻ ക്ലോറിൻ. സോ നിങ്ങൾക്ക് സിമ്പിൾ എഴുതാൻ പറ്റും മക്കളെ. എന്ത് കാർബൺ ഹൈഡ്രജൻ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് C1H2Cl. അപ്പൊ CH2Cl ആണെന്ത് അതിന്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. സോ ഇതിന്റെ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കുക. മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കുന്നത് എന്ത് വേണം മക്കളെ? എൻ ഫാക്ടർ വേണം. അവർ തന്നിട്ടുണ്ട് എൻ ഫാക്ടർ. നോക്കട്ടെ. യെസ്, എൻ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ എൻ ഫാക്ടർ കണ്ടുപിടിക്കുക? എൻ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ വളരെ സിമ്പിൾ ആണ് മക്കളെ. മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ആണ് എൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നിട്ട് അവര് മോളാർ മാസ് എത്ര 98.96 എന്ന് തന്നിട്ടുണ്ട്. 98 മോളാർ മാസ് എത്രയാണ്? 98.96 തന്നിട്ടുണ്ട്. അങ്ങനെയാണ് വളരെ സിമ്പിൾ ആണ്. എൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഫാക്ടർ ഇസ് ഈക്വൽ ടു എന്താ? മോളാർ മാസ് ഡിവൈഡഡ് ബൈ 98.96 ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. എംപിരിക്കൽ ഫോർമുല എത്രയാണ്? കണ്ടുപിടിച്ചു CH2Cl ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കാർബൺ മാസ് 12, ഹൈഡ്രജൻ മാസ് 2, ക്ലോറിൻ മാസ് 35.5 എന്നാ. അത് കൂട്ടിക്കഴിഞ്ഞാൽ 49.5 കിട്ടും. സോ 49.5 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2 എന്ന ആൻസർ കിട്ടും. എൻ ഫാക്ടർ 2 ആണ്. അപ്പോൾ എംപിരിക്കൽ ഫോർമുലയെ എൻ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും? മോളിക്കുലർ ഫോർമുല കിട്ടും. സോ ദെർഫോർ മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു 2 into CH2Cl എന്ന് പറഞ്ഞ എന്താണ്? ദാറ്റ് ഈസ് C2H4Cl2 എന്നാണ് ആൻസർ ഉണ്ടാവുക. C2H4Cl2 ഇതാണ് ഇതിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ്. ഇനി മക്കളെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. Write the empirical formula of the following compounds എന്നാണ് ചോദ്യം. Write the empirical formula of the following compounds. അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കിക്കേ, C6H6 എന്ന് പറയുമ്പോൾ അത് മോളിക്കുലർ ഫോർമുലയാണ്. മോളിക്കുലർ ഫോർമുല ബെൻസീൻ ആണെന്ന് C6H6 എന്ന് പറഞ്ഞത്. ഇതാണ് മോളിക്കുലർ ഫോർമുല ബെൻസീൻ. ഓക്കെ, ഇയാളുടെ ഏറ്റവും സിംപ്ലസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്ക് കാർബൺ 6 ആറ്റംസ് ഉണ്ട്, ഹൈഡ്രജൻ 6 ആറ്റംസ് ഉണ്ട്. സോ നമുക്ക് 6 ഡിവൈഡ് ചെയ്തതിന് എത്ര കിട്ടും മക്കളെ? CH എന്ന് കിട്ടും. അതാണ് അതിന്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു മോളിക്കുലർ ഫോർമുല N2O4. ഈ N2O4 2 ആറ്റംസ് ഉണ്ട്, നൈട്രജൻ 4 ആറ്റംസ് ഉണ്ട്, ഓക്സിജനും ഉണ്ട്. സോ നമുക്ക് 4 ഡിവൈഡ് ചെയ്താൽ നൈട്രജൻ എന്തായിപ്പോ അത് ഹാഫ് ആയി പോകും. അപ്പൊ നമുക്ക് എന്ത് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ കിട്ടൂല. സോ ഇവിടെ ഹോൾ നമ്പർ കിട്ടണമെങ്കിൽ LCM എടുക്കുമ്പോൾ 2 ആണ് അവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. സോ N2O4 നമുക്ക് എന്ത് ചെയ്യാം? 2 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ NO2 എന്ന് കിട്ടും. സോ NO2. ഇനി CH3COOH ആണ് മക്കളെ അടുത്ത്. CH3COOH അസറ്റിക് ആസിഡ് ആണ്. ഇവന്റെ എംപിരിക്കൽ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് കാർബൺ എത്ര ഉണ്ട് മക്കളെ? ഇവിടെ കാർബൺ എന്ന് പറയുന്നത് നോക്കിക്കേ, കാർബൺ 2 ആണ്, ഹൈഡ്രജൻ 4 ആണ്, ഓക്സിജൻ എത്ര ഉണ്ട്? ഓക്സിജൻ 2 ആണ്. ഇവിടെ ഏറ്റവും LCM എടുക്കും, ഏറ്റവും സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ കിട്ടാൻ എന്തോ ഡിവൈഡ് ചെയ്യണം? 2 ഡിവൈഡ് ചെയ്താൽ മതി. സോ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ CH2O എന്ന് കിട്ടും. ഇതാണ് അതിന്റെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറയുന്നത്. അതുപോലെ C6H12O6 സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എന്താണ്? CH2O ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലിമിറ്റിംഗ് റിയേജന്റ്? സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ? ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണെന്ത്? സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ. സ്റ്റോഷിയോമെട്രി ആൻഡ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻ. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് മനസ്സിലാക്കേണ്ട സാധനമാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ എന്താ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയ കോൺസെപ്റ്റ് ആണ്, മനസ്സിലാക്കി വെക്കണം. ഇറ്റ് ഈസ് എ റിയേജന്റ് ദാറ്റ് ലിമിറ്റ്സ് ദ റിയാക്ഷൻ. അപ്പൊ ഒരു റിയാക്ഷന്റെ വേഗതയെ തീരുമാനിക്കുന്ന ആളാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ്സ് എ റിയേജന്റ് ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ്. ആ റിയാക്ഷനിൽ ആദ്യം തന്നെ തീർന്നു പോകുന്ന ആളായിരിക്കും ആ ലിമിറ്റിംഗ് റിയേജന്റ് ആയിരിക്കും. അതോടുകൂടി എന്ത് ചെയ്യും? ആ റിയാക്ഷന്റെ വേഗതയെ അദ്ദേഹം തീരുമാനിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എന്താണ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞുതരാം. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കോൺസെപ്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയേ, എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. എല്ലാവരും നോക്കിയേ, ഞാനൊരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം. ലെറ്റ്സ് സേ N2 plus 3H2 gives 2NH3 അമോണിയ. ഹാപ്പർ പ്രോസസ്. റെഡി അല്ലേ? അപ്പം ഇവിടെ നമുക്കറിയാം ഇത് വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്, ശ്രദ്ധിക്കണം എല്ലാവരും. യെസ്, അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ നൈട്രജൻ എത്ര ഗ്രാം എടുത്തിട്ടുണ്ട് നമ്മൾ? നൈട്രജൻ ഓൾമോസ്റ്റ് 28 ഗ്രാം നൈട്രജനും 6 ഗ്രാം ഹൈഡ്രജൻ കൂടി ചേർന്നാൽ ഉറപ്പാണ് എത്ര ഉണ്ടാവും? 34 ഗ്രാം എന്തുണ്ടാകണം? അമോണിയ ഉണ്ടായിരിക്കണം. ഇതാണെന്ത് എനർജി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, എനിക്ക് തോന്നുന്നതാണ് ഇവിടെ ലെറ്റ്സ് സേ ഞാൻ 3 ഹൈഡ്രജന് പകരം ഞാൻ 2 ഹൈഡ്രജൻ എടുക്കുന്നത്. എത്ര ഹൈഡ്രജൻ? 2 ഹൈഡ്രജൻ. സോ ഞാൻ ഇങ്ങനെയാണ് റിയാക്ഷൻ എന്ന് വിചാരിക്കുക നിങ്ങൾ.
2 ഹൈഡ്രജൻ വേണ്ട. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയുന്നു, 1 ഗ്രാം ഹൈഡ്രജൻ പറഞ്ഞാൽ ഞാൻ എത്ര ഗ്രാം എടുക്കുന്നു? ലെറ്റ്സ് സേ ഒരു 4 ഗ്രാം എടുക്കുന്നു വിചാരിക്കും. 4 ഗ്രാം. അപ്പം ഞാൻ 28 ഗ്രാം ഹൈഡ്രജൻ വേണം. 6 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് 34 ഗ്രാമുള്ള അമോണിയ ഉണ്ടാക്കാൻ, 34 ഗ്രാമിൽ 2 മോൾ അമോണിയ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ പകരം 6 ഗ്രാമിന് പകരം 4 ഗ്രാം ഹൈഡ്രജൻ എടുക്കുന്നുള്ളൂ എങ്കിൽ ഇവിടെ ആരാ ലിമിറ്റ് റിയേജന്റ് മക്കളെ? നിങ്ങൾ നോക്കിക്കേ, 28 ഗ്രാമിനാണ് എന്ത് 6 ഗ്രാം ഹൈഡ്രജൻ വേണ്ടത്. 28 ഗ്രാമിനാണ് 6 ഗ്രാം വേണ്ടത്. പക്ഷെ ഞാൻ 28 ഗ്രാം ഹൈഡ്രജൻ എടുക്കുമ്പോഴും എന്റെ കയ്യിൽ എന്താണ് 4 ഗ്രാം ഹൈഡ്രജനേ ഉള്ളൂ. 4 ഗ്രാം ഹൈഡ്രജൻ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് എന്ത് ഹൈഡ്രജൻ ആദ്യം തീർന്നു പോകൂലേ? 28 ഗ്രാമിന് ഹൈഡ്രജൻ എന്ത് മതി? നൈട്രജൻ എന്ത് വേണം? 6 ഗ്രാം ഹൈഡ്രജൻ വേണം. പക്ഷെ 4 ഗ്രാമിന് എത്ര ഗ്രാം വേണോ? വേണ്ട. അപ്പൊ ആരവിടെ എക്സസ് ഉണ്ടാവുക? നൈട്രജൻ ഇവിടെ കുറെ ഇനി ബാക്കി ഹൈഡ്രജൻ വഴി കമ്പൈൻ ചെയ്യാൻ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ആര് തീർന്നു പോയി? ഹൈഡ്രജൻ തീർന്നു പോയി. ഹൈഡ്രജൻ ലിമിറ്റിംഗ് ആണ്, കുറവാണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ തീർന്നതോടുകൂടി ആ റിയാക്ഷൻ അവിടെ സ്റ്റോപ്പ് ആവും. ആ റിയാക്ഷന്റെ വേഗത അവിടെ നിൽക്കും. എന്ന് വെച്ചാൽ പിന്നെ റിയാക്ഷൻ നടക്കുമോ? പിന്നെ അമോണിയ ഉണ്ടാവും? ഇല്ല. പിന്നെ നൈട്രജൻ ഇങ്ങനെ ബാക്കി എക്സസ് ആയി കിടക്കും. ഓക്കെ, അപ്പൊ അവിടെ ലിമിറ്റിംഗ് റിയാജന്റ് ആരാ? ഹൈഡ്രജൻ ആണ് ലിമിറ്റിംഗ് റിയാജന്റ്. അപ്പൊ ആരാണ് ആദ്യം തീർന്നു പോകുന്നത് അയാളാണ് അവിടുത്തെ ലിമിറ്റിംഗ് റിയാജന്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ലിമിറ്റിംഗ് റിയാജന്റ് ആരാ വെച്ചാൽ പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഓക്കെ, അപ്പൊ ഞാനൊരു ചോദ്യം കാണിച്ചു തരാം. 10 ഗ്രാം ഹൈഡ്രജൻ എടുക്കുന്നു. 10 ഗ്രാം ഹൈഡ്രജൻ എടുക്കുന്നു. ദെൻ ഒരു 40 ഗ്രാം നൈട്രജൻ എടുക്കുന്നു വിചാരിക്കും. അങ്ങനെയാണ് എത്ര ഗ്രാം അമോണിയ ഉണ്ടാവുന്നതാണ് ചോദ്യം. ഞാൻ വെറുതെ ഇപ്പൊ എനിക്ക് മനസ്സിൽ തോന്നിയൊരു വാല്യൂ പറഞ്ഞതാണ്. ക്വസ്റ്റ്യൻ നോക്കാം, ചെയ്ത് നോക്കാം. അപ്പൊ 40 ഗ്രാം നൈട്രജൻ എടുക്കുന്നു, ഒരു 10 ഗ്രാം ഹൈഡ്രജൻ എടുക്കുന്നു. അങ്ങനെയാണ് എത്ര മോൾ അമോണിയ ഉണ്ടാകും? ഇതാണ് എന്റെ ചോദ്യം. അല്ല, എത്ര ഗ്രാം അമോണിയ ഉണ്ടാകും? ഇതാണ് എത്ര ഗ്രാം അമോണിയ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ മെയിൻ റിയാക്ഷൻ എന്താണെന്ന് നോക്കണം. ഇതിന്റെ ഒറിജിനൽ റിയാക്ഷൻ എന്താണ്? നമുക്കറിയാം ഹാബർ പ്ലസ് എന്ന് പറയുമ്പോൾ N2 plus H2 gives 2NH3. ഇതാണ് സംഭവം. റിവേഴ്സിബിൾ ഒക്കെ ആണ്. എനിവേ, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇയാള് 28 ഗ്രാം നൈട്രജൻ ഉണ്ടെങ്കിൽ ആ 28 ഗ്രാം എന്ത് ചെയ്യും? അത് 6 ഗ്രാം ഹൈഡ്രജനുമായി കൂടി ചേർന്ന് എന്തുണ്ടാകും മക്കളെ? എന്തുണ്ടാകും? 34 ഗ്രാം എന്തുണ്ടാകും അമോണിയ ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. 40 ഗ്രാമാണ് നൈട്രജൻ എടുത്തിരിക്കുന്നത്, 10 ഗ്രാമാണ് ഹൈഡ്രജൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണെന്ന് ആദ്യം ചോദിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 6 ഗ്രാമിന് 28 ഗ്രാം മതി. 6 ഗ്രാമിന് 28 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 5 ഗ്രാമിന് അല്ലെങ്കിൽ 1 ഗ്രാമിന് എത്ര വേണ്ടി വരും? 1 ഗ്രാം ഹൈഡ്രജൻ എത്ര വേണം? 6 ഗ്രാം ഹൈഡ്രജൻ 28 ഗ്രാം ഹൈഡ്രജൻ വേണം. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം എത്ര വേണം? അപ്പൊ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അതായത് സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. 6 ഗ്രാം ഹൈഡ്രജന് എന്ത് വേണം? 28 ഗ്രാം നൈട്രജൻ വേണം. അതറിയാലോ, സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം ഹൈഡ്രജൻ എത്ര വേണം മക്കളെ? 1 ഗ്രാം ഹൈഡ്രജന് 28 ഡിവൈഡ് ബൈ 6 ഗ്രാം നൈട്രജൻ വേണം. റെഡിയല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ 10 ഗ്രാം ഹൈഡ്രജന് എന്ത് വേണം? 10 ഗ്രാം ഹൈഡ്രജന് 10 × 28 ഡിവൈഡ് ബൈ 6 ഗ്രാം എന്ത് വേണം? നൈട്രജൻ വേണം. 28 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 4 പോയിന്റ് സംതിങ് 5ന്റെ അടുത്ത് വാല്യൂ ഉണ്ടാവും. അപ്പൊ 5 × 10 എന്ന് പറയുമ്പോൾ 4.8 ആ റേഞ്ചിലൊക്കെ ഉണ്ടാവും. 4.5ന് മുകളിൽ വാല്യൂ ആണെന്ത്? 28 ഡിവൈഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 48 അല്ലെ 47 ആ റേഞ്ചിലായിരിക്കും ആൻസർ ഉണ്ടാവുക. അപ്പൊ 47-48 ഗ്രാം ഓഫ് എന്തുകൊണ്ട് നൈട്രജൻ വേണം? അത്ര ഗ്രാം ഉണ്ടോ? ഇല്ലടാ. നമ്മൾ എത്ര ഉള്ളത്? നമുക്ക് 40 ഗ്രാം മാത്രമേ ഇവിടെ ഉള്ളൂ. 40 ഗ്രാമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഇയാളാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ആരാണ്? ഇയാൾ ഇവിടെ കുറവാണ്, ഇയാൾ പെട്ടെന്ന് തീർന്നു പോകും. സോ ഇയാളാണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ഇയാളെ വെച്ച് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. ഇയാളെ വെച്ച് വേണം നമുക്ക് എത്ര അമോണിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ. സോ നമ്മൾ കൺസെപ്റ്റിലേക്ക് വരാം. നോക്കിയേ, 28 ഗ്രാം ഉണ്ടെങ്കിൽ എത്ര ഉണ്ടാകും? 34 ഗ്രാം അമോണിയ ഉണ്ടാകും. പക്ഷെ നമ്മൾ എത്രയേ ഉള്ളൂ? 40 ഗ്രാമേ ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യാം? 1 ഗ്രാം അമോണിയ ഉണ്ട്, 1 ഗ്രാം നൈട്രജൻ ഉണ്ടെങ്കിൽ 34 ഡിവൈഡ് ബൈ 28 ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന എത്രയാണ്? 40 ആണെങ്കിൽ 34 ഡിവൈഡ് ബൈ 28 × 40 ഗ്രാം അത്രയും അമോണിയ ഉണ്ടാവും. സോ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും ഇതിനെ. നമുക്ക് എന്ത് ചെയ്യാം? 4 × 7 28. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ 10, ഇവിടെ 7. സോ 34 ഡിവൈഡ് ബൈ 7 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 34 × 7. അപ്പൊ നമുക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ 34 ഡിവൈഡ് ബൈ 7 എന്ന് പറയുമ്പോൾ 5 കൊടുക്കാം. 5 × 10 50 ഗ്രാമിന് അടുത്ത് ഏകദേശം അപ്രോക്സിമറ്റ്ലി 50 ഗ്രാമിന് അടുത്ത് അമോണിയ കിട്ടും. സോ 28 ഗ്രാം നൈട്രജൻ എടുക്കുമ്പോൾ 34 ഗ്രാം, 40 ഗ്രാം എടുക്കുമ്പോൾ ഏകദേശം 50 ഗ്രാം എന്തുണ്ട് അമോണിയ കിട്ടുന്ന ആൻസർ. അപ്പൊ ഇതാണ് എന്ത് അമോണിയയുടെ ആൻസർ. എത്ര ഗ്രാം അമോണിയ? അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഫൈൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഇനി
അടുത്ത ടൈപ്പ് ചോദ്യമാണെങ്കിൽ മാസ് പെർസെന്റേജും അതേപോലെ തന്നെ മൊളാരിറ്റി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ. മാസ് പെർസെന്റേജ് എന്താ മക്കളെ? വളരെ സിമ്പിൾ ആണ്. ഇറ്റ് ദ പെർസെന്റ് ഈച്ച് എലമെന്റ് പ്രസന്റ് 100 gram ഓഫ് സാമ്പിൾ ഓഫ് കോമ്പൗണ്ട്. അതായത് 100 gram സാമ്പിൾ ഉള്ള കോമ്പൗണ്ട് അത് എത്ര പെർസെന്റേജ് സാധനം ഉണ്ടെന്ന് ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, മാസ് പെർസെന്റ് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എലമെന്റ് മാസ് പെർസെന്റ് പറയുന്നതാണ് മാസ് ഓഫ് ദ എലമെന്റ് ഇൻ ദ കോമ്പൗണ്ട് ഡിവൈഡഡ് ബൈ മോളർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഇൻടു 100. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സിമ്പിൾ. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ സൾഫ്യൂരിക് ആസിഡ് വെറുതെ വിചാരിക്കും, വെറുതെ ഇവിടെ സൾഫറിന്റെ മാസ് പെർസെന്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? സൾഫറിന്റെ മാസ് എന്ന് പറയുമ്പോൾ എത്ര? മാസ് ഓഫ് ദ എലമെന്റ് സൾഫർ എത്ര? ദാറ്റ് ഈസ് 32 അല്ലെ? 32 ഡിവൈഡ് ബൈ മൊത്തം മോളാർ മാസ്, ഈ കോമ്പൗണ്ട് മോളാർ മാസ് എത്രയാ? ദാറ്റ് ഈസ് 32 പ്ലസ് 2 34 പ്ലസ് 64 എന്ന് പറയുന്നത് 98 അല്ലെ? അപ്പം 98 ആണ് അതിന്റെ സൾഫ്യൂരിക് ആസിഡിന്റെ മാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഇൻടു 100 ചെയ്താൽ അത്രയും സൾഫർ അതിനകത്ത് ഉണ്ടാകും. അതിന്റെ പെർസെന്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മാസ് ഓഫ് ദി എലമെന്റ് ഇൻ ദ കോമ്പൗണ്ട് ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഇൻടു 100 ചെയ്താൽ ആ തന്നിരിക്കുന്ന എലമെന്റിന്റെ മാസ് പെർസെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ കോമ്പൗണ്ട് അകത്ത് ആ എലമെന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ പെർസെന്റേജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. ഇനി മാസ് പെർസെന്റ് പറഞ്ഞിരിക്കുന്നു. ഓക്കെ ഫൈൻ. ഇനി അടുത്താണ് എന്ത്? ഡിഫറൻസ് ബിറ്റ്വീൻ മൊളാരിറ്റി ആൻഡ് മൊളാരിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ മൊളാരിറ്റിയും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എന്താണ് മൊളാരിറ്റി, എന്താണ് മൊളാരിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. അതിപ്പോ തന്നെ പഠിച്ചേക്ക്, നേരത്തെ വെക്കണ്ട. മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ക്യാപിറ്റൽ എം ആണ്. ക്യാപിറ്റൽ എം. മൊളാരിറ്റി ഈക്വൽ എന്താ മക്കളെ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്നാണ്. എന്താ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ? എന്താ സൊല്യൂട്ട്? ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും. അതിനകത്തുള്ള രണ്ട് സാധനങ്ങളുണ്ടാവും. സൊല്യൂട്ട് ഉണ്ടാവും, സോൾവെന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു പഞ്ചസാര ലൈൻ ഉണ്ടാക്കുന്ന പഞ്ചസാര സൊല്യൂട്ടും ആ വാട്ടർ എന്താണ്? സോൾവെന്റും ആയിരിക്കും. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ ആ സംഭവമാണ്. അപ്പൊ മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് എന്താണ്? വോളിയം ഓഫ് സൊല്യൂഷൻ ആണ് മക്കളെ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. മനസ്സിലായി? അപ്പം നമ്മൾ നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ ആണ് എടുക്കുക. സൊല്യൂഷൻ ആണല്ലോ, എന്നല്ല സോൾവെന്റ് അല്ല. ഓക്കെ. അപ്പൊ പഞ്ചസാര ലായനിന്റെ ഒരു ലിറ്ററിൽ എടുക്കുമ്പോഴാണ് എന്ത്? അപ്പൊ പഞ്ചസാര എത്ര ഇട്ടു അതിന് നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കുക. ഡിവൈഡഡ് ബൈ ആ പഞ്ചസാര ലായനി ഒരു ലിറ്ററിൽ എടുക്കുമ്പോൾ എത്ര ഉണ്ടാവും? ഡിവൈഡ് ചെയ്തതിന് എത്ര ആയിരിക്കും അതിന്റെ മൊളാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ആക്ച്വലി ഇത് കോൺസെൻട്രേഷൻ ടൈമാണ് മൊളാരിറ്റി. ഓക്കെ. ഇനി നിങ്ങൾ മനസ്സിലാക്കുന്നത് മൊളാലിറ്റി ആണ്. സ്മോൾ എം എന്ന് കൊടുക്കും. മൊളാലിറ്റി ആണ്. മൊളാലിറ്റി സ്മോൾ എം എന്ന് കൊടുക്കും. ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾ. സെയിം, മുകളിൽ സെയിം തന്നെ. മുകളിൽ സെയിം ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ എന്താ മക്കളെ? ദാറ്റ് ഈസ് വോളിയത്തിന് പറയാൻ എന്തായിരിക്കും മക്കളെ? അത് മാസ് ആണ്. അതായത് മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. മക്കളെ ഇതിപ്പോ ലിറ്ററിൽ ആയതുകൊണ്ടാണ് ഞാനിപ്പോ 1000 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇത് ML ആയിരുന്നെങ്കിൽ 2 എന്ത് ചെയ്യുക? ML ആണെങ്കിൽ 1000 മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ഗ്രാമിലാണെങ്കിൽ എന്ത് ചെയ്യുക? 1000 മൾട്ടിപ്ലൈ ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനി മനസ്സിലാക്കുന്ന കാര്യം എന്താ സോൾവെന്റ് അറിയാം? പഞ്ചസാര ലൈനിലാണെങ്കിൽ വെള്ളമാണെന്ന് സോൾവെന്റ് എന്ന് പറയുന്നത്. പഞ്ചസാര ലൈനി മൊത്തം സൊല്യൂഷൻ ആണെങ്കിൽ അതെന്താണ്? അത് സൊല്യൂഷൻ എന്നാ പറയുന്നത്. അതായത് നമ്മൾ വോളിയം സൊല്യൂഷൻ അവിടെ ഇത് വേണം കൊടുക്കാൻ. ഇനി മനസ്സിലാക്കുന്ന കാര്യം, ഇത് മറ്റുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട്. മൊളാരിറ്റി പ്രോബ്ലം ചോദിക്കും. അപ്പൊ മൊളാരിറ്റി കണ്ടുപിടിക്കുന്നത് സിമ്പിൾ ആണ്. നമ്പർ ഓഫ് മോൾ സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. ആൻഡ് ഇനി ML ആണെങ്കിൽ ML കൊടുക്കുക, അവിടെ 1000 മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി നമ്പർ മൊളാരിറ്റി എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾ സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് കിലോഗ്രാം. ഇനി ഗ്രാമിലാണെങ്കിൽ 1000 മൾട്ടിപ്ലൈ. ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു അടിപൊളി ചോദ്യം ചോദിക്കാറുണ്ട്, മനസ്സിലാക്കി വെക്കാം. ഇവിടെ ആരാണ് മോർ അക്യൂറേറ്റ് എന്ന് പറഞ്ഞാൽ പക്ഷെ നല്ലതാരാ? മൊളാരിറ്റി ആണ്, മോൾ ഫ്രാക്ഷൻ ആണ്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ലതാരാന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മൊളാലിറ്റി ആണ് നല്ലത്. എന്തുകൊണ്ടായിരിക്കും മക്കളെ? മൊളാരിറ്റിയിൽ ആരാ നല്ലതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞ മൊളാലിറ്റിയാ. എന്തുകൊണ്ടാണ് അങ്ങനെ പോകാൻ കാരണം? ബിക്കോസ് മൊളാരിറ്റിന് അടിയിൽ ഡിനോമിനേറ്റർ എന്താ? മാസ് ഓഫ് സോൾവെന്റ് ആണെങ്കിൽ ഇവിടെ വോളിയം ഓഫ് സൊല്യൂഷൻ വോളിയമാണ്. ഈ വോളിയം എന്നൊക്കെ പറഞ്ഞാൽ ടെമ്പറേച്ചർ മാറുമ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് നിങ്ങൾ പഠിച്ച ചാൻസോലൊക്കെ വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ എന്നൊക്കെ. അപ്പൊ ടെമ്പറേച്ചർ വോളിയത്തിന് വ്യതിയാനം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാസ് മാറുമോ? മാസ് ഒരിക്കലും മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാല്യൂ കുറച്ചുകൂടി അക്യുറേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നല്ലതാണ് എന്ത് ഈ പറഞ്ഞിരിക്കുന്ന മൊളാരിറ്റി കമ്പയർ ടു മൊളാരിറ്റി. ഓക്കെ, അത്രയേ ഉള്ളൂ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കാം. നെക്സ്റ്റ് മക്കളെ, നെക്സ്റ്റ് അടുത്തെന്ന് പറഞ്ഞാൽ എന്താ? ഫൈൻഡ് ദ മൊളാരിറ്റി. ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഫൈൻഡ് ദ മൊളാരിറ്റി. ഇവിടെ പറയുന്നുണ്ട് മക്കൾ നോക്കി, മൊളാരിറ്റി ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് വൈൽ മൊളാരിറ്റി ഈസ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് എന്ന ടൈം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണം. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. റെഡി അല്ലേ? ഇനി ലാസ്റ്റ് ചോദ്യമാണ് മക്കൾ. ലാസ്റ്റ് ചോദ്യം വളരെ നമ്മുടെ ഈ സീരീസിന്റെ അവസാന ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ഡിസോൾവ് ഇൻ 4 gram of NaOH in 250 ml of solution. അങ്ങനെയാണ് ചോദ്യം. സിമ്പിൾ ചോദ്യം മക്കളെ. എന്താ ചോദ്യം? ഫൈൻഡ് ദ മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ഡിസോൾവ് 4 gram of NaOH and 250 ml of solution. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ആദ്യം ഇക്വേഷൻ എഴുതി വെക്കാം. എന്താ ഇക്വേഷൻ? മൊളാരിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ.
അപ്പൊ നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് എത്രയാ? നമ്പർ ഓഫ് മോൾസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ സൊല്യൂട്ട് എത്രയാ? സൊല്യൂട്ട് നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ വെയിറ്റ് 4 ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. എത്രയാണ് മോളാർ മാസ് ഓഫ് എന്നെ വെച്ച് 40. സോ 4 ഡിവൈഡ് ബൈ 40 0.1. ഓക്കെ അല്ലേ? അപ്പം നമ്പർ ഓഫ് മോൾസ് കിട്ടിയിരിക്കുന്നു 0.1 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ എന്ന് പറയുമ്പോൾ ലിറ്ററിൽ എത്ര വന്നിരിക്കുന്നത്? ലിറ്ററിൽ ml ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 250 ml കൊടുത്തു ഇൻറ്റു 1000 ചെയ്യണം. ബിക്കോസ് നമ്മൾ എടുത്തിരിക്കുന്നത് ml ആണ്. സോ ഇത് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. 4 × 0.1 = 0.4 ആണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. റെഡി അല്ലേ? നമ്പർ ഓഫ് മോൾ അല്ല, മൊളാരിറ്റി. 0.4 ആണ് മൊളാരിറ്റി. 0.4 m എന്ന് കൊടുക്കണം. ഈ യൂണിറ്റ് ഇടാൻ മറക്കരുത്. ക്യാപിറ്റൽ എം മൊളാരിറ്റിയും സ്മോൾ എം മൊളാലിറ്റിയുമാണ്. സോ ഇത്രയുമാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട സം ബേസിക് കോൺസെപ്റ്റ് ചോദ്യങ്ങൾ. അപ്പൊ നിങ്ങൾ എല്ലാവരും വൃത്തിക്ക് എന്ത് ചെയ്യുക? ഇത് ഓരോ ചോദ്യം ചെയ്ത് പഠിക്കാം. നമ്മൾ A to Z കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമ്മൾ സോഷ്യോമെട്രിക് കാൽക്കുലേഷൻ എന്ത് ചെയ്യാം? നിങ്ങൾ ചെയ്തു നോക്കണം. നല്ല നല്ല ചോദ്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.